ഭീകരശക്തിയുമായുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് CPM ഉരുണ്ട് കളിക്കുന്നു? ഈ ഒരു ചോദ്യമാണ് ജനശബ്ദം പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, തീവ്രവാദത്തിന്റെ വിഷവിത്തുപാകിയ പ്രസ്ഥാനങ്ങളോട് LDFന് സന്ധിയില്ല എന്നാണ് വലിയ വായിൽ വലിയ ഭാഷയിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. പക്ഷേ പിന്നീട് അത് മാറ്റി പറയുകയും ചെയ്തു. അതിന് ആദ്യം വോട്ട് വേണ്ട എന്ന് പറഞ്ഞു വെക്കുന്നു, പിന്നീട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, വോട്ട് വേണം, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചിട്ടില്ലല്ലോ വോട്ട് തരുന്നത്, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം വാങ്ങിക്കാതിരിക്കുന്നത് എന്തിന് എന്ന് പറയുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായിരിക്കുന്നത്. അതായത് CPM ആയാലും CPI കഴിഞ്ഞാലും LDFലെ ഏത് ഘടകകക്ഷികളായി കഴിഞ്ഞാലും അവസ്ഥ ഇത് തന്നെയാണല്ലേ? ഇതെന്താ അറിയോ, ഈ CPI എന്ന് പറയുന്നത് നമ്മൾ അത്ര ഗൗരവത്തിൽ എടുക്കണ്ട. CPIക്കാര് ആ മുന്നണിക്കകത്ത് വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത ആളുകളാണ്. ഇനി അഭിപ്രായം പറഞ്ഞാലും അത് അവിടെ വലിയ തോതിലൊന്നും ആരും സ്വീകരിക്കാറില്ല. അപ്പൊ CPI എന്ന് പറയുന്നത് നമ്മളിപ്പോ പുറമെ പറയുന്ന ഒരു വിലയും നിലയൊന്നും ആ മുന്നണിയുടെ അകത്തില്ല. പിന്നെ ഈ PM ശ്രീ പദ്ധതിയിൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, CPIക്കാര് PM ശ്രീനെ എതിർത്തപ്പോൾ അതെന്തുകൊണ്ട് CPM അനുകൂലിച്ചു, അവസാനം വഴങ്ങിയില്ല. അതിന്റെ പിന്നിൽ വേറെ ഒന്നുണ്ട്, ന്യൂനപക്ഷ വോട്ട് എന്നുള്ളൊരു സംവിധാനമുണ്ട്. കാരണം അവരെതിർത്തത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, അത് ഹിന്ദു വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പഠന സംവിധാനം കൊണ്ടുവരാനാണ് ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് അതിനെ എതിർത്തത്. അപ്പൊ അത് CPIന്റെ എതിർപ്പിലെ ഉപരി അതിലൊരു ന്യൂനപക്ഷ രാഷ്ട്രീയമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിന്ന് CPM അല്ലെങ്കിൽ കേരള സർക്കാർ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചത്. അല്ലാണ്ട് CPIനെ പിടിച്ചിട്ടൊന്നല്ല. അപ്പൊ CPI എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ വിലയും നിലയൊന്നുമില്ല. അവരിങ്ങനെ ഗതി ഇല്ലാത്തതുകൊണ്ട് വേറെ എവിടെ പോവാനില്ലല്ലോ. സ്വന്തമായി മത്സരിച്ച പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാൻ പറ്റാത്തതാണ് മുഖ്യമന്ത്രിയും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ ആട്ടും തുപ്പുസായി. അതെ, ബിനോയ് വിശ്വം പറഞ്ഞത് ഇനി മുതൽ അത് എഴുതി വാങ്ങി വായിക്കാമെന്നാണ്. അതായത് മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലും പുച്ഛിച്ചു തള്ളുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. അതായത് CPI ഒരു നിലപാട് സ്വീകരിച്ചാൽ തന്നെ, ബിനോയ് വിശ്വം ഒരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ മുഖ്യമന്ത്രി ഒന്ന് മറുവാക്ക് പറയുമ്പോൾ മിണ്ടാതിരിക്കും. ആ ഒരു അവസ്ഥയാണ്, ഒരു ഗതികേടിലാണ് CPI അല്ലേ? CPI എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നമ്മളിപ്പോ എന്താ പറയാ, പറഞ്ഞാൽ ലേശം മോശമായി. അവിടെ ഒരു കാര്യസ്ഥന്മാരാണ് ഈ ഇടത് മുന്നണിയിൽ CPMന്റെ കാര്യസ്ഥന്മാരായി നിലനിൽക്കുകയാണ്. ഇപ്പോ ആളുകൾ ചോദിക്കുന്നു, ഇപ്പോ പല മാധ്യമക്കാരും പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും വലിയ സംഭവമാക്കി പറയുന്നു, BJP അവർക്ക് ശക്തിയുള്ള തൃപ്ത 2020 കൊടുത്തു, കൊടുങ്ങല്ലൂർ 2020 കൊടുത്തു, അവിടെ BDJSന് കൊടുത്തു. BJP അതാണ് ഒരു നിമിഷം ഇപ്പോൾ കൊട്ടാരക്കരനും KG കുമാർ എന്നുള്ള പ്രേക്ഷകൻ ശരിയാണ്. KG കുമാർ പറഞ്ഞോളൂ. ഈ മതേതരത്വം ഉറക്ക വിളമ്പാൻ രണ്ട് മുന്നണികളും ബഹുമിടുക്കന്മാരാണ്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ ഇതിൽ യാതൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മതേതരത്വം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ വൺ സൈഡാണ്. അതിന്റെ മതേതരത്വം പാലിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്കാണ്, വേറെ ആർക്കും ഇല്ല. അതാണ് കേരളത്തിലെ മതേതരത്വത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ നേമത്ത് എന്ത് വില കൊടുത്തും ഏത് രീതിയിലും ജയിക്കാനായിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പരമാവധി ശ്രമിക്കും. അതിന് പല ഇതും പിന്നെ ഇന്ന് പറയുന്നതായിരിക്കത്തില്ല, നാളെ പറയുന്നത്, അങ്ങനെ മാറ്റി പറയും. പിന്നെ UDF അത്ര വലിയ മതേതരവാദികളാണെങ്കിൽ അവരുടെ മുന്നണിയിലുള്ള പാർട്ടിയല്ലയോ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൽ പണക്കാട്ട തങ്ങളോട് പറഞ്ഞിട്ട് മതേതരത്വം അത്രങ്ങ് മതേതരത്വമാണെങ്കിൽ ആ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ചാക്കി കെട്ടിയിട്ടിരിക്കുന്ന തുഞ്ചത്താചാര്യന്റെ പ്രതിമ അവിടെ നിന്ന് വെക്കാൻ പറയണം. എന്നിട്ട് മതേതരത്വം വിളമ്പണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ വലിയ മതേതരത്വം ഉണ്ട്. അതേപോലെ CPM ഭയങ്കര മതേതരത്വം പറയും. ഈ തവനൂരോ തിരൂരോ പരപ്പനങ്ങാടിയോ ഇതേപോലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി കടകംപള്ളി സുരേന്ദ്രനെയോ ആനത്തലവട്ടോ ആനന്ദനെയോ ആനാവൂർ നാഗപ്പനെയോ ഒന്ന് ജയിക്കുന്ന വോട്ട ഒന്ന് നിർത്താനുള്ള ധൈര്യം ആദ്യം കാണിക്കട്ടെ. വലിയ മതേതരത്വം, ഈ മതേതരത്വം എല്ലാം ഇത്. ഗുരുവായൂരെ കാര്യം ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോഴത്തേക്ക് ഏതെല്ലാം ഭാഗത്തുനിന്ന് എവിടുന്നെല്ലാമാണ്
അതായത് ഞങ്ങൾക്ക് മതമാണ് വലുത് എന്ന് പറഞ്ഞപ്പോ ഒരുത്തനും ഇല്ലായിരുന്നു ചോദിക്കാൻ. അതെ അതെ, ഷാജി അത് പറഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് ഒരാളും പ്രതികരിച്ചിട്ടില്ല. നന്ദി ശ്രീ കെ ജി കുമാർ ഈ ഒരു സമയം പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അതായത് ഈ ജനങ്ങളൊക്കെയും തിരിച്ചറിയുന്നുണ്ട്, പൊതുസമൂഹം കൃത്യമായ രീതിയിൽ കാര്യങ്ങളെ പഠിക്കുകയാണ്. ഓരോ നേതാക്കൾ പറഞ്ഞത്, മുമ്പ് പറഞ്ഞത്, ഇപ്പോൾ തിരുത്തി പറയുന്നത്. പക്ഷേ ഇതൊന്നും ഈ ഇടതുപക്ഷ നേതാക്കൾ കാണുന്നില്ല. അവർ രാജ്യരാമാനം മാറ്റി പറയുമ്പോൾ ഈ പ്രബുദ്ധരായ ഈ ജനങ്ങൾക്ക് മുന്നിലാണ് ഞങ്ങൾ വിഡ്ഢികളാക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലുള്ള ഒരു സാമാന്യ ബുദ്ധി ഇവർക്കില്ല എന്ന് തോന്നുന്നു, അല്ലേ? അത് തന്നെയാണ് ഈ ബാന്ധവം ഇങ്ങനെ തുടർന്നു പോകാനുള്ള കാരണവും, അല്ലേ? അത്രയ്ക്ക് വിവരമുള്ള ബുദ്ധിപരമായ തീരുമാനമെടുക്കുന്ന ആളുകളായിരുന്നെങ്കിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിൽ വട്ടപൂജ്യമാകുന്നു. ത്രിപുരയിൽ 1.5 കൊല്ലം കൊണ്ടല്ലേ BJP ത്രിപുര പിടിച്ചത്. അപ്പൊ ഇവര് വലിയ സമർത്ഥന്മാരാണ്, വലിയ ബുദ്ധിമാന്മാരാന്നൊക്കെ ഇവര് ധരിക്കുക എന്നല്ലാതെ ഇവര് 34 കൊല്ലം ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഒരു കഷായത്തിന് കൂട്ടാൻ പോലും ഒരാളില്ല. യെസ്, ഇപ്പോൾ രവീന്ദ്രൻ എന്നുള്ള പ്രേക്ഷകൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ശരിയാണ്. രവീന്ദ്രൻ, കേൾക്കാമോ? ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഇത് വികസനം ചെയ്യാനോ സാറേ? ഇപ്പം നമ്മള് പറഞ്ഞ വികസനങ്ങളൊക്കെ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടപ്പിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷെ ഇവര് വികസിപ്പിക്കുന്നതിനൊക്കെ സ്വന്തം വീശ എത്തിക്കൊണ്ടിരിക്കുക, മാറി രണ്ടു കൂട്ടരും അഴിമതിയുടെ കൂമാരമായിട്ട് മാറിയിരിക്കുമല്ലേ. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലാന്ന് പറഞ്ഞാൽ ശരിയാ. നമുക്ക് അറിയാലോ, ലാലി ജെയിംസ് എന്ന് പറഞ്ഞ തൃശ്ശൂരിലെ ഒരു സ്ത്രീ ഇവരുടെ കോൺഗ്രസിന്റെ നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞില്ലേ, നമ്മുടെ നേതാവ് പറയുന്നില്ല, നേതാവ് പെട്ടി തൂക്കി നടന്ന കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞല്ലേ, തദ്ദേശ സഹകരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞാണല്ലോ, അത് നമ്മൾ കേട്ടല്ലേ. പിന്നെ കരിയാന കോഴ കിടക്കുന്നു, പുനർജനി കിടക്കുന്നു, കശുവണ്ടി കോപ്പറേഷൻ 700 കോടി രൂപയുടെ കശുവണ്ടി കോപ്പറേഷൻ എത്ര വർഷം മുമ്പ് കിടക്കുന്ന ഈ മാറി രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, ഇതല്ലേ ഡീലെന്ന് പറഞ്ഞു. യഥാർത്ഥ ഡീലെന്ന് പറഞ്ഞ ഇതൊക്കെയല്ലേ. അതുപോലെ പ്രളയ ഫണ്ട് തട്ടിക്കൊടുക്കുക, ഒരു കൂട്ടർ പ്രളയ ഫണ്ട് ദുരിതാശ്വാസത്തിൽ നിന്ന് മുഖ്യമന്ത്രി പാർട്ടി കൈവിട്ട് വരുമ്പോൾ ഇത്ര ചൂരൽമലയിലെ പിരിവ് ഇറക്കിയിട്ട് ആ കണക്ക് ചോദിക്കും പാടില്ല. കൈ മലർത്തി കാണിക്കുക, ക്യാഹുവ തേരാ ബാജ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് നടക്കുക. ഇപ്പൊ സതീശൻ പറയുന്നത് കേട്ടില്ലേ, ഈ പണി തീരുമ്പോ കണക്ക് കൊടുക്കുക. പണി തീരുമ്പോ പണി തീരാത്ത വീടെന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലേ, പണി തീരുമ്പോ കണക്ക് കൊടുക്കുക. ഇവരൊക്കെ നാണമില്ല സാറേ. അവിടുത്തെ ആ മരിച്ചുപോയ അവരെ ഒന്ന് ഓർത്തെങ്കിലും ഒരു 10 കണക്കെങ്കിലും പറഞ്ഞു കേൾപ്പിക്കട്ടെ. ഒരു കല്ലിട്ടു, അത് ഫയറെല്ലാം വന്ന് മൂടിയിട്ട് ഇപ്പൊ കാട്ടാനും എല്ലാം ഇറങ്ങിയ കല്ല് ചവിട്ടി കാത്തുന്നാ പറയുന്നത് കേൾക്കണേ. നാണമില്ലാത്ത കുറെ പാർട്ടികൾ ഇങ്ങനെ ഇറങ്ങിയ നമുക്ക് ഇത് ഒരു ഒറ്റ തവണ NDA സർക്കാരിന്റെ അധികാരത്തിൽ വരട്ടെ, വികസനം എന്നാന്ന് കാണിച്ചു കൊടുക്കും. മറ്റുള്ള സംസ്ഥാനം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന കാട്ടാൻ മതി, ഒരു വെള്ളി രൂപയുടെ അഴിമതി ഇല്ലാതെ ഭരിച്ചോണ്ടിരിക്കല്ലേ. ആ ഒരു അവസരം കൊടുത്തിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത വാർഡ് തൂത്തുവാരി കളഞ്ഞോട്ടെ. ഇപ്പൊ ഒരു അവസരം കൊടുക്കണം. ജനങ്ങൾ ഉണർന്നോട്ടെ. ഇങ്ങനെ ഉറഞ്ഞു കിടന്നൊരു കാര്യമൊന്നുമില്ല. ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇമാർ രണ്ടു കൂട്ടരും ഇടതും വലതും കൂടെ കൂടി കട്ടും മുടിച്ച് നാശമാക്കി ഒരു പരിവാക്കി കളയും. ഇപ്പൊ തന്നെ 1000 രൂപയും കൊണ്ട് പോയെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള സാധനം മേടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. 1000 രൂപയും കൊണ്ട് പോയാൽ പിറ്റേ ദിവസം മേടിക്കണം, ബ്ലേഡിൽ നിന്ന് പൈസ എടുക്കണം, സാധനം മേടിക്കണം. ആ ഒരു ഗതിയിലോട്ട് വന്നിരിക്കുക. ഓക്കെ സാർ. ഓക്കെ, നന്ദി രവീന്ദ്രൻ ഈ ഒരു സമയം പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, അത് തന്നെയാണ് ഈ ഇടതിനും വലതിനും ജനങ്ങൾക്ക് വല്ലാതെ മടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് NDA അധികാരത്തിൽ വരണമെന്നിപ്പോൾ പൊതുസമൂഹം, ഭൂരിപക്ഷ ജനത ആഗ്രഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഒപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയത്തിലേക്ക് ഇപ്പോൾ ചടയമംഗലത്തിൽ നിന്നും ബിനുകുമാർ എന്നുള്ള പ്രേക്ഷകൻ ചേരുകയാണ്. ബിനുകുമാർ, പറഞ്ഞോളൂ. സത്യത്തില് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ കേരളത്തിലെ ഈ വരുന്ന ഇലക്ഷനിൽ ഓരോ വോട്ടുകളും നിർണായകമാണ്. ഒരു വോട്ടിന്റെ വില അവർ മനസ്സിലാക്കേണ്ടത്. പറയാൻ കാരണം, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് വരെയുള്ള അവസ്ഥയല്ല BJPയുടെ വോട്ടിംഗ് ശതമാനവും. അതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടിയിരിക്കുന്നുവെന്ന് BJPക്കാരെക്കാൾ കൂടുതൽ ഈ രണ്ട് മുന്നണികൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഭാരതം എന്ന ഈ പുണ്യഭൂമിയെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളായ മുസ്ലിം തീവ്രവാദികളായാലും വേണ്ടില്ല, അവർക്കുള്ള വോട്ടുകൾ 1 വോട്ടായാലും ശരി, 9 വോട്ടായാലും ശരി, അതിനെ ഏകീകരിച്ചു കൊണ്ടുവന്ന് അവരുടേതായ ചിഹ്നത്തിൽ കുത്തി അവർക്ക് വിജയിക്കുക. അങ്ങനെ തീവ്രവാദികളുടെ
വോട്ട് വാങ്ങി വിജയിക്കുന്ന വ്യക്തികൾ എങ്ങനെ രാജ്യത്തിന്റെ സുരക്ഷത ഉറപ്പുവരുത്തും എന്നാണ് എന്റെ സംശയം. യെസ്, അത് തന്നെയാണ്. നന്ദി ബിനുകുമാർ ഈ ഒരു സമയം പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ പൊതുസമൂഹം ചിന്തിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പോലും ബോധ്യമില്ലാത്ത ഈ CPM നേതാക്കൾ ഇങ്ങനെ പരസ്യമായി ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷേ അത് സമ്മതിക്കാൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ നമുക്കറിയാം. SDPI ഞങ്ങൾ ചോദിച്ചിട്ടല്ലല്ലോ വോട്ട് തരുന്നത്, BJPയെ തോൽപ്പിക്കാൻ വോട്ട് വേണ്ട എന്ന് പറയേണ്ട സാഹചര്യവും ഇല്ല എന്ന് പറയുമ്പോൾ ഈ വർഗീയ ശക്തികളെ, ഈ ദേശവിരുദ്ധ ശക്തികളെ അറിയാതെയും അറിഞ്ഞും പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ്, എല്ലാ രീതിയിലും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക തന്നെയാണ് ഈ സർക്കാർ മുന്നണിയും ചെയ്യുന്നത്, അല്ലേ? അല്ല, ഈ കോൺഗ്രസ്സുകാർ UDFകാർ സ്വീകരിക്കുന്ന പഴയൊരു നിലപാടാണ്, 6 വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും, വേണ്ടാന്ന് പറയില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. നിയമസംബന്ധിപ്പാടിന് ഒരു സിദ്ധാന്തമുണ്ട്, തൊട്ടവനെ തൊടില്ല, വർഗീയതയെ തൊടില്ല, വർഗീയതയെ തൊട്ടവനെ തൊടില്ല. അപ്പൊ അവര് അന്ന് EMS ഒക്കെ പ്രസംഗിക്കുമായിരുന്നു, ഞങ്ങൾക്ക് RSSകാരെ വോട്ട് വേണ്ട, മറ്റേ PDPക്കാരെ വോട്ട് വേണ്ട എന്നൊക്കെ പ്രസംഗിക്കുമായിരുന്നു. അതൊക്കെ പോയി. INL ഇപ്പൊ എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി സഖ്യകക്ഷിയാണ്. അവിടെ മറ്റ് പല സംഘടനകളായിട്ട് ഇവർക്ക് സഖ്യമുണ്ട്. അപ്പൊ ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പൊ അവര് പറയുന്നത് 6 വോട്ട് വാങ്ങിയ തന്നാലും സ്വീകരിക്കും എന്ന കോൺഗ്രസിന്റെ നിലപാടിലേക്ക് എത്തി. ഏത് ദേശവിരുദ്ധർ, ഏത് തീവ്രവാദികൾ വോട്ട് തന്നാലും സ്വീകരിക്കും. കാരണം അവർക്ക് എങ്ങനെ ജയിക്കണം, എങ്ങനെ 4 ഉണ്ടാക്കണം എന്നതാണല്ലോ ഇവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ആരുടെ വോട്ടും ഇവര് വാങ്ങും. പക്ഷേ ഇത് കാലത്തിന്റെ മാറ്റം അവര് മനസ്സിലാക്കണം. ഈ ജനത പറഞ്ഞത് മെയ് 4-ാം തീയതി കേരളത്തിന്റെ മാറിയ കേരളം ദൃശ്യമാവും. ഒരു സംശയവും വേണ്ട. ഇത്തരത്തിലുള്ള നിലപാടുകാർ, ഇത്തരത്തിലുള്ള അവസരവാദപരമായ നിലപാടുകാർ ഇങ്ങനെ വർഗീയതയ്ക്കെതിരെ പുറപ്പുറത്തേരി പ്രസംഗിക്കുകയും എല്ലാ മതമൗലികവാദികളുടെ, തീവ്രവാദികളുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവര് അമ്പെ പരാജയപ്പെടുന്ന, അവര് നിലം പരിസരാവുന്ന ഒരു ഫലം 2026 മെയ് 4-ാം തീയതി വരും. യെസ്, താങ്കളിലേക്ക് ഇപ്പോൾ ഫാദർ സാമുവൽ കോഴിക്കോട് നിന്നും ചിരിക്കുകയാണ്. ഫാദർ കേൾക്കാമോ? കേൾക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. SDPI ബന്ധത്തെ കുറിച്ച് UDF ആയാലും LDF ആയാലും വ്യക്തമായിട്ട് പറയില്ല. ഞാൻ മുമ്പ് ഇതിന് പ്രതികരിച്ചതാണ്. കാരണം അങ്ങനെ പറഞ്ഞാൽ അത് അവർക്ക് ക്ഷീണമാണ്. പക്ഷേ അടിയൊഴുക്കുകൾ ഉണ്ടാകും, ഒരു സംശയമില്ല. അടിയൊഴുക്കുകൾ അത് എങ്ങോട്ടേക്കാ പോകുക എന്നിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. LDFിലേക്കേക്കാൾ UDFിലേക്ക്. പക്ഷേ ഈ ഒരു വിഷയം കൊണ്ട് മങ്ങലേൽക്കുന്നത് ഏതാ? ശബരിമല സ്വർണ്ണക്കൊള്ള. അതിന്റെ ഒരു വിവരമില്ല. ഇപ്പൊ അയ്യപ്പ സംഘവും നടത്തി കണക്കില്ല. അതിനെക്കുറിച്ച് ഒരു ചാനലും ഇപ്പൊ പ്രതികരിക്കുന്നുമില്ല. അതൊക്കെ മറന്നുപോയോ? ഈ വിഷയം SDPI ബന്ധം ഉണ്ടോ ഇല്ലേ? അതാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. അല്ല, അവിടെ പ്രധാന വിഷയമായി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയാകുന്നതിന്റെ കാരണം SDPI നമുക്കറിയാം വർഗീയ തീവ്രവാദ സംഘടനയാണ്, വർഗീയ ശക്തികളാണ്. അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം CPM പുലർത്തുന്നില്ല, കോൺഗ്രസും പുലർത്തുന്നില്ല. വോട്ട് വേണം, പക്ഷേ പരസ്യമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തുറന്നു പറയാൻ CPMനെ സംബന്ധിച്ചിടത്തോളം മടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് മടിയില്ല, CPMലേക്ക് എത്തുമ്പോൾ പറയാൻ മടിയാണ്, അല്ലേ? പറയില്ല അവര്. പക്ഷേ ഞാൻ പറഞ്ഞു അടിയൊഴുക്കൽ ഉണ്ടാകുന്നതിന് ഒരു സംശയമില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് മറ്റുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്നും ആരും പറയുന്നില്ല. എന്നോട് മറന്നു പോന്ന് 7 മുതൽ 9 ഉള്ള ചാനലുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇപ്പൊ ആ വിഷയമേ വരുന്നില്ല. നന്ദി ഫാദർ സാമുവൽ. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വിഷയം ചില മാധ്യമങ്ങൾ മറന്നിട്ടുണ്ടാവും, പക്ഷേ ജനം TV പോലുള്ള മാധ്യമങ്ങൾ ഒരിക്കലും മറന്നതല്ല, മറക്കുകയുമില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായതുകൊണ്ട് തൽക്കാലം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് മാത്രം. ഫാദർ സാമുവൽ, നന്ദി ഈ സമയം പ്രതികരിച്ചതിന്.